ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, FSDL എന്ന് പറയുന്നത് AFFന്റെ ഒരു മാർക്കറ്റിംഗ് പാർട്ട്ണർ എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് 15 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റാണ് 2010 ഒപ്പുവെച്ചത്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. 2014 ഇന്ത്യൻ സൂപ്പർ ലീഗ് ലോഞ്ച് ചെയ്യുന്നത്. എന്നാണെങ്കിലും 2010 കഴിഞ്ഞ് ഇതാ 15 വർഷത്തിലേക്ക് എത്തുന്നു. 15 വർഷം നീണ്ട ഒരു കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ്. ഈ ഒരു ഡിസംബറിൽ കോൺട്രാക്റ്റ് അവസാനിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പം എഗ്രിമെന്റ് പുതുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പം ISLും മറ്റ് മാർക്കറ്റിംഗ് പരിപാടികളും ഒക്കെ FSDL ചെയ്യുന്നതിനോടൊപ്പം തന്നെ 50 കോടി രൂപ എല്ലാ വർഷവും AFFന് കൊടുക്കുന്ന ഒരു കാര്യവും ഈ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം 2 മീറ്റിങ്ങുകൾ കഴിഞ്ഞു. ഇപ്പം ഫെബ്രുവരിയിൽ ഒന്ന് നടന്നിരുന്നു, ഇപ്പം മാർച്ച് ആദ്യത്തെ ആഴ്ച ഒന്ന് നടന്നു കഴിഞ്ഞു. ഇനിയും ചില മീറ്റിംഗ്സ് നടക്കും എന്നുള്ളതാണ് ഈ ഒരു കോൺട്രാക്ട് പുതുക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. 2014 ISL തുടങ്ങുന്നതെങ്കിലും 2019-20 സീസണോട് കൂടിയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് രാജ്യത്തെ ടോപ്പ് ടയർ ലീഗ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറുന്നത്. എന്താണെങ്കിലും ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ ന്യൂസ് നയൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് പ്രകാരം FSDLനും അല്ലെങ്കിൽ ക്ലബ്സിനും ഒക്കെ ആയിട്ട് ഏതാണ്ട് 5000 കോടി രൂപയുടെ ഒരു ലോസിലാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങും അതർ എക്സ്പെൻസും ക്ലബിൻ്റെ എക്സ്പെൻസും പ്രൊഡക്ഷനും ഒക്കെ ഉൾപ്പെടെയാണ് ഈ ഒരു വലിയ തുക ഒരു നഷ്ടം വരുന്നത്. FSDL ഈ ഒരു നഷ്ടം ചൂണ്ടിക്കാട്ടിയിട്ടാണ് പുതിയൊരു കോൺട്രാക്റ്റ് പുതുക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. മറ്റൊന്നുമല്ല, AFFനെയും ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നൊരു പാർട്ട്ണറാക്കി ഇതിനെ മാറ്റാമെന്നുള്ളതാണ്. 14% ഷെയർ AFFന് കിട്ടുന്ന രീതി. AFFന് പുറമെ FSDLും ISL ക്ലബ്സും ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാണ്. ഇതുപോലത്തെ പ്രോഫിറ്റ് ഷെയറിംഗ് രീതിയിലാണ് പല രാജ്യത്തെയും ടോപ്പ് ലീഗുകളൊക്കെ നടന്നു പോകുന്നത്. പ്രീമിയർ ലീഗും ലാ ലീഗയും ഒക്കെ ഉൾപ്പെടെ. നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച് കിട്ടുന്നത് ഫുട്ബോളിനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം 100 കോടിയോളം ഒക്കെ, ഹോക്കിക്ക് 40 കോടിയോ മറ്റൊക്കെ ആണെന്ന് പറയുന്നത്. അതിന് പുറമെയാണ് ഈ പറഞ്ഞ പോലെ FSDL കൊടുക്കുന്ന ഒരു തുകയും. ഈ തുകയൊക്കെ വെച്ചിട്ട് വേണം മറ്റ് കാര്യങ്ങളൊക്കെ AFFന് റൺ ചെയ്യാൻ. അത് ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വിനിയോഗിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ നഷ്ടത്തിൽ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് FSDL ഈ പറഞ്ഞതുപോലെ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാമെന്ന് പറയുന്നൊരു പദ്ധതി വരുന്നത്. കാരണം ഇത് മൊത്തത്തിൽ എല്ലായിടത്തും ഇപ്പം FSDLൻ്റെ കാര്യത്തിൽ നഷ്ടങ്ങളുണ്ട്, ക്ലബ്സിൻ്റെ കാര്യത്തിൽ നഷ്ടങ്ങളുണ്ട്. അത് ഒന്ന് മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ. എന്നാണെങ്കിലും ഗവേണിംഗ് ബോഡി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റെസ്പോൺസ് ഒന്നും കൊടുത്തിട്ടില്ല FSDLന്, അല്ലെങ്കിൽ അവരുടെ ഒരു സജഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും പറയുകയും ചെയ്തിട്ടില്ല സോഫാർ. എന്നാണെങ്കിലും ഇനിയും ചില മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ കഴിയുമ്പോഴായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഇപ്പോൾ AFFന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോർട്ടിൽ ഒരു കേസ് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വേർഡിക്റ്റ് വരാനിരിക്കുന്നു. മാർച്ച് 25-ന് 26-ന് മറ്റൊക്കെയാണ് അത് വരുന്നത്. അപ്പം അതും പ്രധാനമാണ്. അതും കൂടി ഒക്കെ വന്നതിന് ശേഷമായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഡിസിഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ക്ലബ്ബുകളൊക്കെ ISL കളിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലോങ് ടേമിലേക്കൊക്കെ നോക്കുമ്പോഴെങ്കിലും ബ്രേക്ക് ഇവൻ ആകാനുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആകാനുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം ലീഗ് സ്ട്രക്ചർ ഇതൊക്കെ പോകേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ ലീഗിൻ്റെ ഭാരവാഹികളാണെങ്കിൽ എല്ലാവർക്കും അതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിന് മൊത്തത്തിലൊരു ഗുണകരമാകുന്ന രീതിയിലേക്ക് ഇതൊക്കെ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് സനിയ.